ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ റേഷൻ കടയിൽ നിന്ന് ശബരിയുടെ ചക്കി ഫ്രഷ് ആട്ടയുടെ പാക്കറ്റ് കിട്ടിക്കാണും. എല്ലാവരുടെയും തന്നെ വീട്ടിലുണ്ടാവും ഇപ്പോൾ അത് ഇഷ്ടം പോലെ. അപ്പോൾ അത് വെച്ചിട്ട് അടിപൊളി ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ഗോതമ്പ് പൊടിയല്ലേ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ നല്ല കിഡിലൻ ഒരു കേക്കാണ്. ഇപ്പോൾ സാധാരണ എല്ലാവരും മൈദപ്പൊടിയിലാണ് ചെയ്യുക. ഇതിൽ മുട്ട വേണ്ട, അതുപോലെ ഓവൻ വേണ്ട, എഗ്ഗ് ബീറ്റർ വേണ്ട, ഇതൊന്നും വേണ്ട. എന്നാൽ പോലും ഇതുപോലെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇതിൽ നമ്മൾ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ട് പാലൊന്ന് പിരിഞ്ഞ് വരും. ഇത് നമ്മൾ ശബരിയുടെ ചക്കി ഫ്രഷ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിന് 3/4 കപ്പ്. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് 4 ടേബിൾ സ്പൂൺ. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. മുട്ട നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബീറ്ററൊന്നും വേണ്ട. ഇത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്. പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ 1/2 കപ്പ്. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആട്ടപ്പൊടിയും കൊക്കോ പൗഡറും എല്ലാം നമ്മൾ മാറ്റി വെച്ചു. ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാല് കണ്ടോ, അത് ഒഴിക്കുമ്പോൾ അറിയാം പിരിഞ്ഞിട്ടുണ്ട്. അത് പ്രശ്നമാക്കണ്ട, അങ്ങനെ തന്നെ വേണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ ഈ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര പൊടിച്ചതിലൊക്കെ ചെറിയ കട്ട കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നമ്മൾ അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ചെറിയ ചെറിയ കട്ടകളുണ്ട്. മിക്കവാറും പഞ്ചസാരയുടെ ആയിരിക്കും. അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുത്തു. ഇനി ഒരേ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്യണം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ വിസ്ക് ഇല്ല എങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ചെയ്യാം. അപ്പോൾ കുറച്ച് തിക്കാണ് തോന്നിയപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബാറ്റർ കുറച്ച് തിക്കായി തോന്നിയതുകൊണ്ടാണ്. അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ഒരു പാൻ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കേക്ക് പാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ടിഫിൻ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതെടുത്താൽ മതി. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ ഒരു പാത്രത്തിൻ്റെ താഴെയൊക്കെ വെക്കുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ കേക്ക് ട്രേയും വെച്ച് കൊടുത്തു. അടച്ചു വെച്ചു. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ 20 മുതൽ 30 മിനിറ്റ് വരെ വെക്കാം. അപ്പോൾ എൻ്റേതിപ്പോൾ ഒരു 25 മിനിറ്റിലൊക്കെ റെഡിയായി. അപ്പോൾ നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടോയെന്ന്. വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം റെഡി ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കി. കയ്യിലൊന്നും തടയുന്നില്ല, ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചു. ഇനി ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. ഞാൻ മെല്ലോൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഡബിൾ ബോയിൽ രീതിയിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഒരു കറക്റ്റ് ഇതൊന്നുമില്ല, ഒരു ഏകദേശം 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലിട്ടിട്ട് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കി ഇട്ടാൽ മതി. വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ ലോ ആക്കി ഇട്ടാൽ മതി.
ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, അതുകൊണ്ടാണ് പറഞ്ഞത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോഴാണ്, ബട്ടർ ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, പക്ഷേ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ചോക്ലേറ്റ് സോസിന് ഒരു ഗ്ലേസിങ് ഉണ്ടാവുക. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ ഒരു ഗ്ലേസിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ഇട്ട് കൊടുത്തത്. ഇനി അഥവാ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സ്പോഞ്ച് പോലുള്ള കേക്ക് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. സോസും ചോക്ലേറ്റ് സോസും ചൂടാറിയതിന് ശേഷം, രണ്ടും ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് എല്ലാം കൂടി അങ്ങ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത്ര കറക്റ്റായി കൊള്ളണമെന്നില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഏകദേശം ഞാൻ എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത്രയും അടിപൊളി കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, അതൊന്നും പ്രശ്നമല്ല. ഇനി ഈ ഗോതമ്പ് പൊടി തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ ഗോതമ്പ് പൊടി ആയാലും മതി. പക്ഷേ ഈ ഗോതമ്പ് പൊടി ഇപ്പോൾ എല്ലാവരുടെയും തന്നെ വീട്ടിലുണ്ടാവും. ഇപ്പോൾ ഓവനോ അല്ലെങ്കിൽ ബീറ്ററോ എഗ്ഗോ ഒന്നും ആവശ്യമില്ല. ഓവനൊന്നും ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്